ഹൗ ടു കോൺഫിഗർ IP അഡ്രസ് ഇൻ ലിനക്സ്. നമുക്ക് ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള മെഷീനുകളിലൊക്കെ എങ്ങനെയാണ് IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഉബുണ്ടു എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിലെങ്ങനെയാണ് IP അഡ്രസ്സ് കോൺഫിഗർ എത്തുന്നതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാളി ലിനക്സിലും അതുപോലെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും മീൻസ് ലിനക്സ് ആയിട്ടുള്ള ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചൊക്കെ വ്യത്യാസമുണ്ടെന്ന് ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് IP അഡ്രസ്സ് പ്രധാനമായിട്ട് നമുക്ക് കമാൻഡ് ലൈൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ അഥവാ GUI ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം കമാൻഡ് ലൈനിലോട്ട് പോയിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ GUIയിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കമാൻഡ് ലൈൻ എടുക്കാം. അപ്പോൾ അത് എടുക്കാനായിട്ട് നമുക്ക് കമാൻഡ് ലൈൻ കോൺഫിഗർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ടെർമിനൽ എന്ന് പറയുന്നൊരു എടുക്കേണ്ടതായിട്ടുണ്ട്. ടെർമിനൽ വിൻഡോ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെർമിനൽ എടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ ജസ്റ്റ് ലെഫ്റ്റ് കോർണറിലുള്ള ബോട്ടം കോർണറിലുള്ള ഷോ ആപ്ലിക്കേഷൻസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ടൈപ്പ് ടു സെർച്ച് എന്നുള്ളിടത്ത് നമ്മൾ ടെർമിനൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആ വരുന്നിടത്ത് നമ്മൾ ടെർമിനൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ടെർമിനൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് പ്രസൻ്റ്ലി ഉള്ള IP അഡ്രസ്സ് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒന്നിലധികം കമാൻഡുകളുണ്ട്. എനിവേ ഞാൻ IP സ്പേസ് A എന്നുള്ളൊരു കമാൻഡാണ് ഇപ്പോൾ ആദ്യം ഉപയോഗിച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള IP അഡ്രസ്സ് കാണിക്കുന്നുണ്ട് നമ്മൾക്ക്. ഓക്കെ, ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾക്ക് വേറൊരു കമാൻഡോടെ യൂസ് ചെയ്യാം. IF കോൺഫിഗർ. വിൻഡോസിലാണെങ്കിൽ നമ്മൾ IP കോൺഫിഗ് എന്ന് പറഞ്ഞ് കൊടുക്കും. ലിനക്സിലാണ് നമ്മൾ IF കോൺഫിഗ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് ഈ മെഷീൻ്റെ IP അഡ്രസ്സ് 192.168.5.129 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ് മാസ്ക് അഥവാ സബ്നെറ്റ് മാസ്ക് 3255 ഒരു 0 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ മീൻസ് എനിക്ക് ഡീഫോൾട്ട് ഗേറ്റ് വേ കാണണം, അതുപോലെ തന്നെ DNS ഇൻഫർമേഷൻ കാണണം എന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കമാൻഡ് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. അതിന് വേണ്ടി ജസ്റ്റ് ക്ലിയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് നിലവിൽ എന്തെല്ലാം കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് കാണുന്നതിനായിട്ട് നമുക്ക് NMCLE കണക്ഷൻ ഷോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു വയർഡ് കണക്ഷൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കാണണമെന്ന് പറഞ്ഞില്ല. അതായത് നമ്മൾക്ക് എങ്ങനെയാണ് ഡീഫോൾട്ട് ഗേറ്റ് DNS ഒക്കെ കാണുന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് NMCLI ഡേവ് ഷോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ കണക്ഷനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് IPv4 അഡ്രസ്സ് ഇന്നതാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. 5.129 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഗേറ്റ് വേ കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ DNS സെർവർ 8 ഇന്നതാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇൻഫർമേഷനൊക്കെ കാണുന്നതിനായിട്ട് നമ്മൾ എന്ത് കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്? NMCLI ഡേവ് ഷോ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആകുന്നതിനായിട്ട് നമ്മൾക്ക് Ctrl+C ഞെക്കണം. Ctrl+C. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. നേരത്തെ ടൈപ്പ് ചെയ്ത കമാൻഡ് കിട്ടുന്നതിനായിട്ട് നമ്മുടെ കീബോർഡിലെ അപ്പ് ആരോ കീ പ്രസ് ചെയ്താൽ മതി. ഡൗൺ ആരോ കീ പ്രസ് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ക്ലിയർ എന്നുള്ളത് എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് IP അഡ്രസ്സ് ഗ്രാഫിക്കലി ഒന്ന് കോൺഫിഗർ ചെയ്യാം. ഇത് സ്റ്റാറ്റിക് നമുക്ക് കോൺഫിഗർ ചെയ്യാം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ പവർ ബട്ടൻ്റെ അപ്പുറത്തുള്ള ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ആ സെറ്റിങ്സിൻ്റെ അവിടെ പോയി ക്ലിക്ക് ചെയ്യുന്നു. ഈ കാണുന്നതിൽ നമ്മൾ വയേർഡ് എന്നുള്ളിടത്ത് നമ്മുടെ ഈ ഗിയർ ഐക്കൺ ഉണ്ടല്ലോ, ഈ ഗിയർ ഐക്കണെ പിടിച്ച് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നിലവിലുള്ള IP അഡ്രസ്സ് 192.168.5.129 ആണ്. ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ IPv4 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഈ DNS ഒക്കെ ഓട്ടോമാറ്റിക് വേണം നമുക്ക് മാറ്റാം. അതെല്ലാം ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പോയി നമ്മൾക്ക് DHCP സെർവറിൽ നിന്നാണ് IP അഡ്രസ്സ് കിട്ടേണ്ടതെങ്കിൽ, അതായത് നമ്മൾക്ക്
ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിന് IP അഡ്രസ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഓട്ടോമാറ്റിക് എന്നുള്ളത് സെലക്ട് ചെയ്തിടണം. IPv4 ഓട്ടോമാറ്റിക് എന്നുള്ളത് സെലക്ട് ചെയ്തിടണം. മാനുവൽ ആണെങ്കിൽ നമ്മളിവിടെ സ്റ്റാറ്റിക് ആയിട്ടാണ് IP അഡ്രസ്സ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനുവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് വേണ്ട IP അഡ്രസ്സ് 192.168.5.10 എന്ന് ഞാൻ കൊടുക്കുന്നു. നേരത്തെ 129 ആയിരുന്നു അല്ലേ? 5.10 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നെറ്റ് മാസ്ക് എന്നുള്ളത് ഞാൻ 3,255 ഒരു 0 കൊടുക്കുന്നു. ഗേറ്റ് വേ അഡ്രസ്സ് എന്നുള്ളിടത്ത് ഞാൻ 192.168.5.2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് IP അഡ്രസ്സ് കൊടുക്കുക. DNS എന്നുള്ളിടത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് മാനുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം, IP അഡ്രസ്സ് എൻ്റർ ചെയ്യാം. അതർവൈസ് ഇത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ് കൊടുക്കുക. റൗട്ട്സ് എന്നുള്ളതും ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്ലൈ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്ലൈ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾക്ക് നമ്മുടെ ടെർമിനൽ എടുത്തിട്ട് IP അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്യാം, മാറിയോ എന്ന് ചെക്ക് ചെയ്യാം. IF കോൺഫിഗ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. IF കോൺഫിഗ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കാണാൻ സാധിക്കും IP അഡ്രസ്സിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. 5.129 ആണ്. ഇത് ചേഞ്ച് ആവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഗ്രാഫിക്കൽ ഓപ്ഷൻ ഒന്നുകൂടി എടുക്കണം. അവിടെ പോയിട്ട് ഈ ഗിയർ ഐക്കൺ ഉണ്ടല്ലോ, ആ ഗിയർ ഐക്കൺ ഇവിടെ കിടക്കുന്ന അത് ഒന്ന് ഓഫ് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. ഇങ്ങനെ ഡിസേബിൾ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ഗിയർ ഐക്കണെ പിടിച്ച് ഞെക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് 5.10 എന്നായി IP അഡ്രസ്സ്. ഡിഫോൾട്ട് റൗട്ട് എന്നുള്ളിടത്ത് ഗേറ്റ് വേ അഡ്രസ്സും 5.2 എന്നായിട്ടുണ്ട്, നമ്മൾ കൊടുത്ത പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമാൻഡ് ലൈനിലും പോയിട്ട് IF കോൺഫിഗ് ഒന്നുകൂടെ അടിച്ച് നോക്കാം. ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കിവിടെ IP അഡ്രസ്സ് മാറി എന്നുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലിനക്സ് ഫ്ലേവർ, അതായത് ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്, എസ്പെഷ്യലി ഇൻ കാളി ലിനക്സിലൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.